എനിക്ക് തോന്നുന്ന ആ പേജ് പൂട്ടിപ്പോകാനുള്ള കാരണം അതിന്റെ താഴെ പോയി മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കമന്റ് ഇട്ടു. അദ്ദേഹം കമന്റ് ഇട്ടപ്പോ തന്നെ ഡിം എന്ന് പറഞ്ഞ് തീർന്നു പോയതാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം എവിടെ ഇടപെട്ടാലും ഇതാണ് സംഭവിക്കുക. അതിന് ഞങ്ങളുടെ മക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഇവർക്ക് തൃപ്തിയില്ലെങ്കിൽ ഇവര് ഞങ്ങളോട് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്താ ചെയ്ത്? ഇവര് ഈ മഴക്കാര് കാണുമ്പോ വി.ഡി. സതീശനെയും കേരളത്തിലെ UDF സർക്കാരിനെയും കോൺഗ്രസിനെയും കുറ്റം പറയാതെ നിങ്ങൾ ആ ജെമിനിയോട് ചോദിക്കുന്നേ. കഴിഞ്ഞ ദിവസം ആധികാരികമായിട്ട് ജെമിനിയോട് ചോദിച്ച് കാര്യങ്ങൾ കണ്ടെത്തി തന്നില്ലേ തോമസ് ഐസക്? ഇനി ജെമിനിയോട് ചോദിക്കാനായിട്ടുള്ള അറിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ചോദിച്ചു മറുപടി തരും. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോഴും ഈ ഒരു നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മെറ്റ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല ഇടതുപക്ഷത്തിന്. ഇതിന് പിന്നിൽ നിങ്ങളുണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വാർത്തകൾ മാത്രം പോകുന്നു എന്നുള്ളതാണ് അവരുടെ മറു ചോദ്യം. ആര്യ, ഞാന് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും തമാശ എൻജോയ് ചെയ്ത ഒരു ഭാഗം കേട്ടിട്ടില്ല ചർച്ചയിൽ. ഇവർക്ക് തൃപ്തിയില്ലെങ്കിൽ ഇവര് ഞങ്ങളോട് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്താ ചെയ്ത്? ഇവര് ഈ മഴക്കാര് കാണുമ്പോ വി.ഡി. സതീശനെയും കേരളത്തിലെ UDF സർക്കാരിനെയും കോൺഗ്രസിനെയും കുറ്റം പറയാതെ നിങ്ങൾ ആ ജെമിനിയോട് ചോദിക്കുന്നേ. കഴിഞ്ഞ ദിവസം ആധികാരികമായിട്ട് ജെമിനിയോട് ചോദിച്ച് കാര്യങ്ങൾ കണ്ടെത്തി തന്നില്ലേ തോമസ് ഐസക്? ഇനി ജെമിനിയോട് ചോദിക്കാനായിട്ടുള്ള അറിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ചോദിച്ചു മറുപടി തരും. ആരാണ് കുട്ടികളുടെ പേജ് ഡിലീറ്റ് ചെയ്തതെന്ന്? ഞാൻ എന്തായാലും വ്യക്തിപരമായും അത്തരത്തിൽ കുട്ടികളുടെ പേജ് ഹൈഡ് ചെയ്യുന്നതിനോടൊന്നും യോജിപ്പുള്ള ഒരാളല്ല. കാരണം കുട്ടികളടക്കം ഈ രാജ്യത്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശ്രമിക്കുന്ന, രാഷ്ട്രീയം പറയുന്ന, സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പേജുകളൊക്കെ ഹൈഡ് ചെയ്യുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. അത് മാത്രമല്ല, അതൊന്നും കോൺഗ്രസിന്റെ പണിയല്ല. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്? കുട്ടികളുടെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിനെന്താ? ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ? എനിക്ക് തോന്നുന്ന ആ പേജ് പൂട്ടിപ്പോകാനുള്ള കാരണം അതിന്റെ താഴെ പോയി മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കമന്റ് ഇട്ടു. അദ്ദേഹം കമന്റ് ഇട്ടപ്പോ തന്നെ ഡിം എന്ന് പറഞ്ഞ് തീർന്നു പോയതാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം എവിടെ ഇടപെട്ടാലും ഇതാണ് സംഭവിക്കുക. അതിന് ഞങ്ങളുടെ മക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഇനി നിങ്ങൾ പറയുന്നത് ആരുടെയൊക്കെ ചാനലിന്റെ കാർഡ് പോയെന്ന്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ വിമർശിച്ച് പോസ്റ്റ് ഇടാത്ത, കാർഡ് ഇടാത്ത ഏതെങ്കിലും ഒരു ചാനൽ കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ചാനൽ? അപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ, ഒട്ടുമിക്ക മാധ്യമങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാറുണ്ട്, കാർഡ് ഇടാറുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ വാർത്ത ഇടാറുണ്ട്. നിങ്ങൾ തന്നെ എത്രയോ പോസ്റ്റും കമന്റും ഇടുന്നു. നിങ്ങൾ എത്രയോ വാർത്തകൾ പറയുന്നു. നിങ്ങൾ എത്രയോ റീൽസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം പൂട്ടിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതൊന്നും അല്ല പണി. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. എല്ലാവരും നിങ്ങളുടെ പോലത്തെ പണിയാണെന്ന് വിചാരിക്കില്ലേ? മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ പേജ് പൂട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയാൻ. പണ്ട് പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിലേ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ. മനസ്സിലായില്ലേ? മറ്റേ ദുബായിലുള്ള ഗൾഫിൽ എവിടെയും കണ്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ അവിടെയുള്ള സഖാക്കന്മാർ പോയി ഇടിച്ച് ഇഞ്ച പരുവാക്കി അയാൾ അവിടുന്ന് പണിയും കളഞ്ഞു വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ നേരമില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. നിങ്ങൾ കമന്റ് ഇടുക, പോസ്റ്റ് ഇടുക, വിമർശിക്കുക, കാർഡ് ഇടുക, എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ മെയിൻ പ്രശ്നം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ഒരു വിഷയത്തിൽ ശ്രദ്ധ തിരിക്കണം. അതിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇറങ്ങി നിന്ന് ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടും ഏക്കാതെ വന്നപ്പോ പേജ് പോയി, കാർഡ് പോയെന്ന് പറയുന്നു. കാർഡ് പോയവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കട്ടെ, അവരുടെ പരാതിയോടൊപ്പം നിൽക്കാന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ ഞങ്ങളെ തെറി പറയോ, നിങ്ങൾ ആക്ഷേപിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുന്ന എത്ര കമന്റും പോസ്റ്റും ഒക്കെ ഇടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് തന്നെ. ഞങ്ങൾ ആരെങ്കിലും ഇതിന്റെ പുറകെ വെക്കുന്നുണ്ടോ?